ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഷവർമ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോക്കറ്റ് ഷവർമയാണ്. പോക്കറ്റ് ഷവർമ ഒരു വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ 2 ബ്രെഡ് വെച്ചിട്ടായിരിക്കും പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുന്നത് അല്ലേ? പക്ഷേ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പോക്കറ്റ് ഷവർമ നമുക്ക് എങ്ങനെയൊന്ന് ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റും. അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനായി ഞാൻ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കേബേജും പിന്നെ സ്പ്രിംഗ് ഓണിയൻ എന്ന് പറഞ്ഞൊരു ലീഫും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂണോളം പെപ്പർ ചേർത്ത് കൊടുക്കുക, പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ ചിക്കൻ വേവിച്ച് വെച്ചത് അതിലോട്ട് കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് 3 ടീസ്പൂണോളം ഗാർലിക് സോസും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് എടുക്കുക. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. അങ്ങനെ ബ്രെഡൊക്കെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം. അതിന് വേണ്ടി ഞാൻ കപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ബ്രെഡും നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനായി ഒരു എഗ് ബാറ്റർ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ട്. അതിലൊന്ന് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്താലോ? ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബ്രെഡ് ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ആയ ശേഷം നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത പോലെ നമുക്ക് എല്ലാ ബ്രെഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ബ്രെഡൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫില്ലപ്പ് ചെയ്യാനുള്ള. പിന്നെ അതിലോട്ട് വെക്കാനുള്ള പ്ലേറ്റും. ഇനി നമുക്കത് ഫില്ലപ്പ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ടിയർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇതൊന്ന് ഫില്ലപ്പ് ചെയ്തെടുക്കുന്നത്, ഈ കൂട്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിത് ഒരു ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നല്ല എളുപ്പമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ നമുക്ക് എല്ലാതൊന്ന് ഫില്ലപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ യമ്മി ടേസ്റ്റ് ആയിട്ടുള്ള പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. അതും ഒരു ബ്രെഡ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള നമ്മുടെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഷവർമയാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
നല്ല എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, ബൈ, അസ്സലാമു അലൈക്കും. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം.